യെസ്, വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസ് എം പി നമുക്കൊപ്പം ചേർന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ട്രോളി ബാഗ് കാലിയാണ്, അതിനകത്തൊന്നുമില്ല, തെളിവില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ആവർത്തിക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറുപടി കൂടി, മറ്റൊരു മറുപടി കൂടി, തെരഞ്ഞെടുപ്പ് ഫലത്തിനപ്പുറമുള്ള ഒരു മറുപടി കൂടിയായി മാറുന്നു അല്ലേ? ട്രോളി ബാഗ് എപ്പോഴാ പോലീസ് കസ്റ്റഡിയിലെത്തുന്നത് എനിക്ക് അറിയില്ല. അവിടെ ട്രോളി ബാഗ് തെരഞ്ഞു വന്ന പോലീസിന് 2 മുറിയിൽ നിന്നും ഒരു ബാഗും പൈസ ഒന്നും കിട്ടിയില്ലെന്ന് അന്ന് തന്നെ തെളിവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിരുന്നു. ഇപ്പൊ എന്താണ് പോലീസ് കണ്ടുപിടിച്ചെന്ന് അറിയില്ല. അന്ന് രാത്രി നടത്തിയ റെയ്ഡ് നടത്തിയ നാടകം അന്ന് രാത്രി തന്നെ പൊളിഞ്ഞിരുന്നു. പോലീസിന്റെയും CPM-ന്റെയും BJP-യുടെ നേതൃത്വത്തിലാണ് അവിടെ നാടകം അരങ്ങേറിയത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചാനലൊക്കെ ലൈവായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഈ വിവരം TV-യിൽ ചാനലിൽ വാർത്ത കണ്ടിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക, പരിശോധന നടന്നുകൊണ്ടിരിക്കുക. ആദ്യത്തെ മുറിയിൽ ബിന്ദു കൃഷ്ണ, മുൻ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ മുറിയിലെ റെയ്ഡ് പരിശോധന കഴിഞ്ഞു. അപ്പൊ എന്താണ് അവിടുന്ന് കിട്ടി, എന്താണ് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാ വന്നു ചോദിച്ചപ്പോ പോലീസുകാരാണ്, മഫ്റ്റിയിൽ പോലീസ് ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ഓഫീസർമാരെ കണ്ടപ്പോ ആ മുറി പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് എവിടെ ചോദിച്ചു, ഉടനെ തരാമെന്ന് പറഞ്ഞു. അരമണിക്കൂറിനകം ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നു. ആ മുറിയിൽ നിന്നൊന്നും പരിശോധിച്ച് കിട്ടിയില്ല, നില്ല്, പരിശോധന റിസൾട്ട് നില്ലെന്ന് പോലീസ് ഓഫീസർ ഒപ്പിട്ടിട്ടുള്ള ലെറ്റർ ഞങ്ങൾക്ക് തന്നു. രണ്ടാമത്തെ മുറിയിൽ വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് സാനിമോ ഉസ്മാൻ വനിതാ പോലീസ് ഇല്ലാതെ അകത്ത് പ്രവേശിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് വനിതാ പോലീസിനെ കൊണ്ടുവന്നാണ് റൂമിൽ പരിശോധിച്ചത്. അവരും അരമണിക്കൂർ പരിശോധന പരിപൂർണ്ണ നടത്തി. നില്ലെന്നുള്ള റിപ്പോർട്ട്, ഒന്നും കണ്ടുപിടിച്ചില്ലെന്നുള്ള റിപ്പോർട്ട് തന്നു. ഈ രണ്ടും ഞങ്ങളുടെ കയ്യിലൊന്ന് രാത്രി തന്നെ തന്നിരുന്നു. ചാനലിലും പത്രത്തിലൊക്കെ വലിയ വിവാദം, വലിയ പെട്ടിയിൽ പണം കടത്തി കുഴപ്പമായിരുന്നു, കോടികൾ വന്നു എന്നൊക്കെ വ്യാപകമായ പ്രചരണമൊക്കെ ഉണ്ടായി. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ഈ നാടകമാണ്, പോലീസ് നിയമവിരുദ്ധമായി നടത്തിയ നടപടിയാണ്, ഇലക്ഷൻ കമ്മീഷന്റെ അറിവോ സമ്മതമോ ഉദ്യോഗസ്ഥന്മാരോ ഇല്ലാതെയാണ് ഈ പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പരാതി പരിശോധിക്കാൻ പോലീസിന് ഇലക്ഷൻ കമ്മീഷന്റെ സഹായം ചോദിക്കണം. അവരുടെ ഉദ്യോഗസ്ഥന്മാർ വേണം, അവരുടെ ഫോട്ടോഗ്രാഫർ വേണം, അവരുടെ വീഡിയോഗ്രാഫർ വേണം. ഈ നിയമങ്ങളൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് CPM-ന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോയി പോലീസുകാർ. നാണം കെട്ട അവസ്ഥയായിരുന്നു അന്ന് രാത്രി തന്നെ. ഇനി ഇപ്പോ ട്രോളി പറയുന്നത് ആ ട്രോളി ഇവർ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ആ ട്രോളി പരിശോധിച്ചോ, അല്ലെ അതിലുണ്ടോ ഇല്ലയോ എന്ന് കണ്ടോ, ഇതൊക്കെ ഒരു വ്യാജമായി അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയത് ഞങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് കൂട്ടുനിന്ന ചില മാധ്യമങ്ങളുണ്ട്. കോൺഗ്രസിനെയും UDF-നെയും അങ്ങ് മൂക്കിൽ വലിച്ചു കളയാന്ന് കരുതിയിട്ടാണ് അന്നൊക്കെ പ്രചരിപ്പിച്ചത്. പക്ഷെ ജനം അതെല്ലാം അറിഞ്ഞു, അവരെല്ലാം കേട്ടു, കണ്ടു. അതിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടു. അതെല്ലാം സമ്മതിച്ചു. ഇത് ഇങ്ങനെ ഒരു വിവാദം വരുന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ, പാലക്കാട് തന്നെയുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ് നിങ്ങൾ. ഇത് LDF-ന് CPM-ന് ഇത് ഗുണമായിട്ട് വന്നിട്ടില്ല. ഈ ട്രോളി വിവാദം വന്ന സമയത്ത് ഒരു വിഭാഗം നേതാക്കൾ ഈ വിവാദവുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. MP രാജേഷിനെതിരെ NN കൃഷ്ണദാസ് പരസ്യമായി പറഞ്ഞ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. CPM പോലും മറനീക്കുന്ന ഒരു വിഷയമാണ് ഈ സംഭവത്തിന് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് ഇതുകൊണ്ട് ദോഷമുണ്ടായിട്ടില്ല, ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിഷയം കൂടി ഇതിന്റെ പിറകിൽ ഉണ്ട് എന്ന് നോക്കൂ. അത് അവരുടെ പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമാണ്. അതിന് എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന് നടത്തിയ റെയ്ഡ്, ആ ഗൂഢാലോചന, അതിനെതിരെ നിയമപരമായ പോരാട്ടം ഞങ്ങൾ തുടരും. രണ്ട് വനിതാ നേതാക്കന്മാര് താമസിക്കുന്നിടത്ത് പോകുമ്പോ പരിശോധിക്കുമ്പോ അർദ്ധരാത്രി വനിതാ പോലീസ് ഇല്ലാതെ പോയി അവരെ അപമാനിച്ചതും അവരെ അപകീർത്തിപ്പെടുത്തിയതും രണ്ടാമത് ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം, ഇതെല്ലാം പരാതി അതിൻ്റെതായ ഫോറത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. പോലീസ് ഇപ്പോ അന്വേഷണം തുടരേണ്ടതില്ല, അല്ലെ തുടരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊന്നും ഭയമില്ല. കാരണം അന്ന് നടത്തിയ അന്വേഷണത്തിൽ എന്താ കണ്ടുപിടിച്ചത്, എന്താ കണ്ടത്, കേട്ടത് എല്ലാവരും അറിഞ്ഞതാണല്ലോ. അപ്പൊ ഇത് രാഷ്ട്രീയമായൊരു ഗൂഢാലോചനയായിരുന്നു. അതിൽ CPM-ന് പങ്കുണ്ട്. ഭരണകർത്താക്കൾക്ക് വേണ്ടി, ഭരിക്കുന്നവർക്ക് വേണ്ടി പോലീസ് ഇതുപോലെ ഉപജാപക സംഘമായി മാറിയിരിക്കുകയാണ്. നിയമവിരുദ്ധമായി നടത്തിയ ഈ നാടകം പോലീസിന്റെ മൊറയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. പോലീസ് എന്നുള്ളൊരു സേനയാണ്, ആർക്കും രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. അപ്പൊ ഇതൊരു പാഠമാണ്. പക്ഷെ ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ വെറുതെ വിടില്ല. നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ വിജയിച്ചു. കാരണം ജനങ്ങളുടെ മുമ്പിൽ
ഞങ്ങൾ നിരപരാധികളാണെന്നും ഈ റെയ്ഡ് നാടകമാണ്, അതിൽ BJP CPM പോലീസും ഒത്തുകളിച്ചാന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ നിയമപരമായിട്ട് ഞങ്ങൾ ഇവരെ വെറുതെ വിടില്ല. കാരണം നിയമവിരുദ്ധമായി നടത്തിയ നടപടി പൊതുസമൂഹത്തിൽ UDF കോൺഗ്രസിനെ നേതാക്കളെ അപകീർത്തിപ്പെടുത്തിയതിനെതിരായിട്ടും സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരായിട്ടും വനിതാ പ്രവർത്തകരോ പോലീസില്ലാതെ പരിശോധന നടത്തിയതും ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ശ്രീ വി കെ ശ്രീകണ്ഠൻ, താങ്കൾ പറഞ്ഞത് അംഗീകരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള വിജയം കോൺഗ്രസിന് കിട്ടി, നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം തുടരുമെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ പാലക്കാട് നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണ് ചോദിക്കുന്നത്. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-നുണ്ടാകുന്ന പൊട്ടിത്തെറികളും സമാന്തര ഓഫീസ് തുറക്കലൊക്കെ ഉണ്ട്. ഈ പെട്ടി വിവാദത്തിൽ പോലും 2 നിലപാട് പാലക്കാട്ടെ നേതാക്കൾ, CPM-ലെ നേതാക്കൾ ഉണ്ടായിരുന്നു. ഗൂഢാലോചനയാണെങ്കിൽ തന്നെ അതൊരു ഏകകണ്ഠമായിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു. അതിൽ ആ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കമന്റ് അതുമായി ബന്ധപ്പെട്ട് പറയുമോ? ഇതിന്റെ സംശയം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് തൊട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തൊട്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ വിഫല ശ്രമങ്ങൾ തൊട്ട് പൊതുസമൂഹം ചർച്ച ചെയ്തിരുന്നു. അതിൽ CPM-ന്റെ ഒരു വിഭാഗം തന്നെയാണ്. CPM-നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ വിഭാഗം ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിനെല്ലാം നാളെ മറുപടി പറയേണ്ടത് ഈ പാർട്ടി എവിടേക്കാ പോകുന്നത്? നിങ്ങൾക്കറിയോ, EMS-ന്റെ, AKG-യുടെ, EK നായനാരുടെ, VS അച്യുതാനന്ദന്റെ ഒക്കെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പാലക്കാട്. അരിവാൾ ചുറ്റിക നക്ഷത്രം ഒളിപ്പിച്ചു വെച്ച് രാത്രിക്ക് രാത്രി ഒരാളെ കാലുമാറ്റി കൂറുമാറ്റി സ്ഥാനാർത്ഥിയാക്കിയതിന് എത്ര കാലം ഇനി CPM മറുപടി പറയേണ്ടി വരും? അതായത് ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് CPM-ന്റെ ആഭ്യന്തര കലാപം കൂടിയാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ കരുതുന്നുണ്ട് അല്ലെ? ഒരു സംശയവുമില്ല. പാർട്ടിയെ ജനമധ്യത്തിൽ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ഇപ്പൊ നേതൃത്വത്തിലിരിക്കുന്നത്. പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ കാണുന്നില്ലേ? ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, സമ്മേളനങ്ങൾ, പുറത്താക്കല്, ഇറങ്ങിപ്പോക്ക്, പകരം പാരലല്ലോ ഓഫീസ് തുറങ്ങുന്നത്. ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും അവസാന കാലത്തെ CPM നേരിട്ടത്. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി പാവപ്പെട്ടവരെ ചവിട്ടി മെതിച്ച് കടന്നു പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ. അതിന്റെ പ്രതിഫലനം പാർട്ടിയിലുണ്ടാവും. അഴിമതിക്കാരും ഏകാധിപതികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ കയ്യിലാണ് കേരളത്തിലെ CPM. പാലക്കാടും വ്യത്യസ്തമല്ല. അപ്പൊ ഇതിന്റെ തിരിച്ചടിയും ഇനിയും അകത്ത് രൂക്ഷമായി തുടരും. CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിൽ നിന്നും മുതലാളിസത്തിലേക്കുള്ള യാത്രയാണ്. അതിന് കിട്ടുന്ന തിരിച്ചടിയാണ് ജനങ്ങൾ നൽകുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും. അത് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM ഇപ്പോൾ തയ്യാറല്ല. അതുകൊണ്ട് പാർട്ടിക്കകത്ത് ഇനിയും ഒരുപാട് പൊട്ടിത്തെറി പാലക്കാടും ഉണ്ടാവും. വളരെ നന്ദി. വി കെ ശ്രീകണ്ഠൻ MP ആണ് പ്രതികരിച്ചത്.